ഏവർക്കും പുതുവത്സരാശംസകൾ. 2026 ആദ്യത്തെ വീഡിയോ. ലോകമൊട്ടാകെ ക്രിസ്മസ് ആഘോഷിച്ച് കഴിഞ്ഞ സമയം. നിങ്ങൾ കണ്ണുകളടച്ച് യേശുക്രിസ്തുവിന്റെ രൂപം, മുഖം മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കി. നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന മുഖം അല്ലെങ്കിൽ രൂപം അത് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ളതാണ്? നമ്മിൽ മിക്കവരും കാണുന്നത് വെളുത്ത നിറവും മനോഹരമായ യൂറോപ്യൻ മുഖഛായയുമുള്ള നീണ്ട തലമുടിയോടും ദീക്ഷയോടും കൂടിയുള്ള ഒരു രൂപമാണ്. ഒരു നവോത്ഥാന കാലഘട്ടത്തിന്റെ രാജകുമാരനെ പോലെയുള്ള ഒരു രൂപം. ചെറുപ്പകാലം മുതൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും എല്ലാം എന്റെയും മനസ്സിൽ തെളിയുന്ന രൂപം ഇത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഗൗരവമുള്ളൊരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുകയോ അല്ലെങ്കിൽ ആലോചിക്കുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ജൂദായയിലും ഗലീലയിലുമായി ജനിച്ച് വളർന്ന മധ്യധരണ്യാഴിയുടെ അഥവാ മെഡിറ്ററേനിയൻ തീരത്തെ കഠിനമായ വെയിലിൽ പണിയെടുത്ത് ജീവിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു യൂറോപ്യനെ പോലെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ മുഖച്ഛായ ഉണ്ടാവുന്നത്? ലോകപ്രശസ്തമായി ഇന്ന് കാണപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ രൂപത്തിന് പിന്നിലുള്ള ഈ ചരിത്ര യാഥാർത്ഥ്യം എന്താണ്? ബൈബിളും പുരാവസ്തു ഗവേഷണങ്ങളും ചരിത്രവും കലയും ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? വെയിൽ ഓഫ് വെറോണിക്ക, അതേപോലെ ഷ്രൗഡ് ഓഫ് ട്യൂറിൻ എന്നീ വസ്തുക്കൾ ഇന്ന് നാം കാണുന്ന യേശുദേവന്റെ രൂപത്തിന് പിന്നിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിന്റെ രൂപഭാവങ്ങളും ശരീരഘടനയും അറിയണമെങ്കിൽ ബൈബിൾ കഥ നടക്കുന്ന സ്ഥലം നമ്മൾ ഭൂപടത്തിൽ ഒന്ന് മനസ്സിലാക്കണം. ബൈബിളിൽ പറയുന്ന സംഭവങ്ങൾ നടക്കുന്നത് പൗരാണിക മധ്യപൂർവേഷ്യയിലാണ്. ആഫ്രിക്കയെയും ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരിടത്ത്, സംസ്കാരങ്ങളുടെയും വ്യാപാരങ്ങളുടെയും ഒരു സംഗമ ഭൂമി. ഈ കഥയുടെ കേന്ദ്രം എന്നത് മെഡിറ്ററേനിയൻ സീ അഥവാ മധ്യധരണ്യാഴിയുടെ കിഴക്കൻ തീരമാണ്. ചരിത്രത്തിൽ ഈ പ്രദേശത്തെ ഇസ്രയേൽ, യൂദായ, കനാൻ എന്നിങ്ങനെയെല്ലാം പലപ്പോഴായി പറഞ്ഞു പോരുന്നു. ഇവയെല്ലാം ഒന്നല്ല, പക്ഷെ പലപ്പോഴും ഈ പേരുകളിൽ ഒരു ഓവർലാപ്പ് വരുന്നതായി നമുക്ക് കാണുകയും ചെയ്യാം. ആധുനിക ഭൂപടത്തിൽ ഇത് ഇസ്രയേൽ പാലസ്തീൻ മേഖലയാണ്. യൂദായയിൽ ജനിച്ച് യേശു വളർന്നത് ഗലീലിയിലെ നസ്രേത്തിലാണ്. ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും സംഗമസ്ഥാനമായ ഇന്നത്തെ ഇസ്രായേൽ പാലസ്തീൻ മേഖലയിലാണ് അദ്ദേഹം ജീവിച്ചത്. നമ്മുടെ വംശപാരമ്പര്യത്തെയും ശാരീരിക പ്രകൃതിയും തീരുമാനിക്കുന്നത് നാം ജീവിക്കുന്ന ഭൂപ്രകൃതിയാണ്, ഒരു പരിധിവരെയെങ്കിലും. നരവംശശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി അറിയാനുമാവും. ഉദാഹരണത്തിന് നീഗ്രോയിഡ്, മംഗളോയിഡ്, കൊക്കേഷ്യൻ, ഏഷ്യൻ എന്നിങ്ങനെയുള്ള മനുഷ്യവർഗ്ഗങ്ങൾ അഥവാ ഹ്യൂമൻ റേസ് ഉണ്ട്. ഈ ആളുകളെല്ലാം അവരുടെ ശാരീരിക പ്രത്യേകതകൾ കൊണ്ട് തിരിച്ചറിയുകയും ചെയ്യാം. പക്ഷേ യേശുവിന്റെ വംശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആധുനിക വർണ്ണസങ്കല്പങ്ങൾ അവിടെ പ്രസക്തമല്ല. എന്നാൽ ചരിത്രപരമായി നോക്കിയാൽ അദ്ദേഹം 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യൂദായയിലെ സാധാരണക്കാരനായ ഒരു യഹൂദനായിരുന്നു. ആ പ്രദേശത്തെ മനുഷ്യരുടെ ശാരീരിക പ്രത്യേകതകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിനും ഉണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധാപൂർവം ആലോചിക്കേണ്ട രസകരമായ ഒരു കാര്യം എന്താണെന്നാൽ, ബൈബിളിൽ എവിടെയും യേശുക്രിസ്തുവിന്റെ കണ്ണുകളുടെ നിറത്തെക്കുറിച്ചോ ഉയരത്തെക്കുറിച്ചോ ചർമ്മത്തിന്റെ നിറത്തെക്കുറിച്ചോ പരാമർശങ്ങളില്ല. ആ കാലഘട്ടത്തിലെ ജീവചരിത്രങ്ങൾ വ്യക്തികളുടെ ബാഹ്യരൂപത്തെക്കാൾ അവരുടെ പ്രവൃത്തികൾക്കും സന്ദേശങ്ങളുമായിരുന്നിരിക്കാം മുൻതൂക്കം നൽകിയിട്ടുണ്ടാവുക. യേശുവിന്റെ സന്ദേശം സാർവത്രികമാണെന്നതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ രൂപത്തെക്കുറിച്ച് ബൈബിളിൽ പരാമർശം ഇല്ലാതെ പോയത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപഭാവങ്ങളെക്കുറിച്ച് ഒരു ചിത്രം ലഭിക്കാനായിട്ട് നമുക്ക് ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും പുരാവസ്തു ഗവേഷണങ്ങളെയും ആശ്രയിക്കേണ്ടതായിട്ട് വന്നേക്കാം. യേശുവിന്റെ യഥാർത്ഥ മുഖം ആർക്കും കൃത്യമായി അറിയില്ല എങ്കിലും അക്കാലത്ത് യൂദായയിൽ ജീവിച്ചിരുന്ന യഹൂദന്മാരുടെ രൂപം എങ്ങനെയായിരുന്നു എന്ന് ചരിത്രകാരന്മാർക്ക് പറയാൻ കഴിയും. പ്രശസ്ത ചരിത്രകാരിയായ ജോവാൻ ഇ ടേലറുടെ പഠനങ്ങൾ പ്രകാരം അക്കാലത്തെ യഹൂദർക്ക് ഒലിവ് നിറമോ അല്ലെങ്കിൽ തേൻ നിറത്തിലുള്ള ചർമ്മവും ഇരുണ്ട തലമുടിയും തവിട്ട് നിറത്തിലുള്ള കണ്ണുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ബൈബിളിലെ ഒരു ഭാഗത്ത് ഇത് ശരിവെക്കുന്നുമുണ്ട്. യേശുവിനെ പിടികൂടാൻ രാജാവിന്റെ ഭടന്മാർ വരുമ്പോൾ യൂദാസ് അദ്ദേഹത്തെ ചുംബിച്ചുകൊണ്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇതിനർത്ഥം യേശു തന്റെ അനുയായികൾക്കിടയിൽ നിന്ന് രൂപം കൊണ്ട് വേറിട്ട് നിന്നിരുന്നില്ല എന്നാണ്. അതായത് അദ്ദേഹം അക്കാലത്തെ ഒരു സാധാരണ യഹൂദനെ പോലെ തന്നെയായിരുന്നു. യേശു ആഫ്രിക്കക്കാരനാണോ അതോ ഇനി ഏഷ്യക്കാരനാണോ അതോ യൂറോപ്യനാണോ എന്ന ചോദ്യത്തിന് ചരിത്രപരമായ ഉത്തരം ഇതാണ്. അദ്ദേഹം 1-ാം നൂറ്റാണ്ടിലെ ഒരു മധ്യപൂർവേഷ്യൻ യഹൂദനായിരുന്നു. ഇന്ന് നാം കാണുന്ന നീലക്കണ്ണുകളുള്ള വെളുത്ത ചർമ്മമുള്ള രൂപം ഒരു ചരിത്ര സത്യമല്ല, മറിച്ച് പിൽക്കാലത്തുണ്ടായ ഒരു കലാസൃഷ്ടി മാത്രമാണ്. ആദ്യകാല ക്രിസ്തീയ കലകളിൽ യേശുവിന് ഒരു പ്രത്യേക രൂപം ഉണ്ടായിരുന്നില്ല. 3-ാം നൂറ്റാണ്ടിലെ ചരിത്രങ്ങളിൽ ദീക്ഷയില്ലാത്ത അഥവാ താടിയില്ലാത്ത യുവാവായോ അല്ലെങ്കിൽ നല്ല ഇടയന്റെ പ്രതീകമായോ ഒക്കെയാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരുന്നത്. പിൽക്കാലത്ത് ക്രിസ്തുമതം റോമൻ സാമ്രാജ്യത്തിൽ വ്യാപിച്ചപ്പോൾ ഗ്രീക്കോ റോമൻ ദൈവങ്ങളുടെയും പണ്ഡിതന്മാരുടെയും രൂപഭാവങ്ങൾ യേശുവിന്റെ ചിത്രങ്ങൾ കടന്നു വന്നതായിട്ടും കാണാം. 4-ാം നൂറ്റാണ്ടിനും 6-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് താടിയും നീണ്ട മുടിയുമുള്ള ഇന്ന് നാം കാണുന്ന രൂപം പ്രചാരത്തിലായത്. കലാകാരന്മാർ എപ്പോഴും തങ്ങൾക്ക് ചിരപരിചിതമായ രൂപഭാവങ്ങളിലാണ് ദൈവങ്ങളെ ചിത്രീകരിക്കുക. യൂറോപ്പിന്റെ നവോത്ഥാന കാലഘട്ടത്തിൽ യൂറോപ്യൻ സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ച് അവർ യേശുവിനെ വരച്ചു. പിൽക്കാലത്ത് യൂറോപ്യൻ അധിനിവേശത്തിലൂടെ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളിലൂടെ ഈ രൂപം ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. 1940-ൽ വാർണർ സൽമാൻ വരച്ച ഹെഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന ചിത്രം ഈ സങ്കല്പത്തെ ഉറപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
യേശുക്രിസ്തുവിന് ഇപ്രകാരമായിരിക്കാം ഒരു യൂറോപ്യൻ ഛായ വന്നത് എന്ന് കരുതപ്പെടുന്നു. വെറോണിക്ക എന്ന സ്ത്രീ യേശുവിന്റെ മുഖം ഒരു തുണി കൊണ്ട് തുടച്ചപ്പോൾ അതിൽ മുഖത്തിന്റെ രൂപം പതിഞ്ഞു എന്നൊരു ഐതിഹ്യമുണ്ട്, വെയിൽ ഓഫ് വെറോണിക്ക. പക്ഷേ ഈ കഥ ബൈബിളിലോ ആദ്യകാല ലിഖിതങ്ങളിലോ ഇല്ല. മധ്യകാലഘട്ടത്തിൽ പ്രചരിച്ച ഒരു വിശ്വാസം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ചരിത്രരേഖയായി കണക്കാക്കാൻ കഴിയുകയുമില്ല. ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിന്റെ ശരീരം അടക്കം ചെയ്യാനായി ശരീരം പൊതിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്ന ശവക്കച്ചയാണ് ഷ്രൗഡ് ഓഫ് ട്യൂറിൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശവക്കച്ചയിലെ രൂപം അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖമാണോ? ശാസ്ത്രീയമായ കാർബൺ ഡേറ്റിംഗ് പ്രകാരം ഈ തുണി 13-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ളതാണെന്ന് കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനെ എതിർക്കുന്ന ഗവേഷകരും ലോകത്തുണ്ട്. പക്ഷേ ഈ ശവക്കച്ചയുടെ ചരിത്രം പ്രത്യക്ഷപ്പെടുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നീണ്ട മുടിയും താടിയുമുള്ള യേശുവിന്റെ രൂപം കലകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ 1898-ൽ ഷ്രൗഡ് ഓഫ് ട്യൂറിനിൽ ഉള്ള ഇതിന്റെ ഫോട്ടോഗ്രാഫിക് നെഗറ്റീവ് പുറത്തു വന്നതോടുകൂടി ഈ മുഖത്തിന് വലിയ പ്രചാരം ലഭിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രൂപഭാവങ്ങളെക്കുറിച്ചോ മുഖത്തെക്കുറിച്ചോ കൃത്യമായ ചിത്രമോ അല്ലെങ്കിൽ വിവരണമോ ഒന്നും ആരുടെയും കൈവശമില്ല. ചരിത്രപരമായി അദ്ദേഹം 1-ാം നൂറ്റാണ്ടിൽ മധ്യപൂർവേഷ്യയിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഓരോ കാലഘട്ടവും സംസ്കാരവും അവരവരുടെ ഭക്തിക്കും വിശ്വാസത്തിനും അനുസരിച്ച് യേശുക്രിസ്തുവിന് പുതിയ പുതിയ രൂപങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും ശക്തമായി പ്രചരിച്ച ഒരു രൂപമാണ് നമ്മൾ ഇന്ന് സാർവത്രികമായി ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മുഖച്ഛായയുള്ള യേശുക്രിസ്തുവിന്റെ രൂപം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാനാവുന്നത്, ഈ യാഥാർത്ഥ്യം മനസ്സിലാകുന്നതിലൂടെ നമ്മളുടെ വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള നമ്മളുടെ വിശ്വാസം തളരുകയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സന്ദേശം വംശങ്ങൾക്കും വർണ്ണങ്ങൾക്കും അപ്പുറം ലോകം മുഴുവൻ പടർന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മയും ഐശ്വര്യവും നിറഞ്ഞ പുതുവത്സരം ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.